ഈ കഴിഞ്ഞ കൊല്ലം ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി വിളിക്കണ്ടായി. അപ്പം പറയുന്നത്, സാറേ ഞാൻ മറ്റന്നാൾ ഗൾഫിലേക്ക് പോവാണ്, എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഇനി അവിടെ സെറ്റിലാവണം എന്നാണെന്നും പോകുമ്പോൾ പറയുന്നു. എന്നാൽ അതിൻ്റെ തലേ ദിവസം തന്നെയാണ് വേറൊരു കുട്ടി മെസ്സേജ് അയച്ചത്. പിന്നെ ഇവരെ അതേ ബാച്ചിൽ തന്നെ പോയ കുട്ടിയാണ്. അവന് ഗൾഫിൽ പോയിട്ട് 8 മാസമായി. അപ്പം പറയുന്നത് എങ്ങനെങ്കിലും ഒന്ന് നാട്ടിൽ എത്തിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര പച്ചപ്പായിരിക്കും, പക്ഷെ എത്തിക്കഴിഞ്ഞാലേ അറിയുള്ളൂ ഭയങ്കര സങ്കടകരമായ ജീവിതമാണ്. കാരണം ബന്ധപ്പെട്ട ആളുകളെ കാണാൻ പറ്റുന്നില്ല, വിശേഷ ദിവസങ്ങൾ പങ്കെടുക്കാൻ പറ്റുന്നില്ല, കല്യാണം അങ്ങനെയൊക്കെ മിസ്സിങ് ആണ്. ചങ്ങാതിമാരെ മിസ് ചെയ്യുന്നു. നമ്മൾ ഈ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് ജോലി പിന്നെ റൂം എന്നുള്ള രീതിയിലേക്ക് മാറി. സങ്കടമുണ്ട് സത്യത്തിൽ. എങ്ങനെയെങ്കിലൊക്കെ നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊല്ലം ഡിഗ്രി കഴിഞ്ഞ കുറേ കുട്ടികളുണ്ടാവും, പെട്ടെന്ന് തന്നെ ഗൾഫിൽ പോയി സമ്പാദിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ. അവരോടാണ് പറയാനുള്ളത്, നമ്മൾ പോകുമ്പോഴുള്ള സുഖമൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേങ്കിലും ഈ 100-ൽ ഒരു 90% ആളുകൾക്ക് തന്നെയായിരിക്കും. 10% വിജയിച്ച ആളുകളുണ്ട്. എങ്കിൽ പോലും പരമാവധി നാട്ടിലെന്തെങ്കിലുമൊക്കെ പുതിയ തുടങ്ങാൻ പറ്റുന്നോ, അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് മുമ്പ് പോയ ആളുകൾ എല്ലാവരും സന്തോഷകരമായി ജീവിക്കുകയാണ് എന്ന് നമ്മൾ കരുതരുത്. ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നത് ഓർമ്മയിലുണ്ടായിക്കോട്ടെ.